ഞാൻ ആർജിച്ചെടുത്തൊരു ഭാഷയുണ്ട്. ആ ഭാഷയ്ക്ക് ഭയങ്കര എന്താ പറയുക, മൂർച്ച കൂടും. ചിലപ്പോൾ പച്ചയ്ക്കൊക്കെ സാധനങ്ങളൊക്കെ പറഞ്ഞു എന്ന് വരും. അപ്പം നിങ്ങൾ ഒരിക്കലും എന്നെ തെറ്റിദ്ധരിക്കേണ്ട. അത് ആ മനുഷ്യർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അല്ലെങ്കിൽ സമൂഹം ഞങ്ങളിലേക്ക് പകർന്നു തന്നിട്ടുള്ള ഒരു ഭാഷ കൂടെയുണ്ട് അതിന്. അപ്പം ഞാൻ പറയുന്ന തല്ലിക്കൊന്ന് കുഴിച്ചു മൂടാന്നൊക്കെ പറയുമ്പോൾ അതിന് വലിയ വേറെ അർത്ഥമൊന്നും കാണണ്ട. ഞങ്ങളുടെയൊക്കെ ജീവിതങ്ങൾ തന്നെ സമരങ്ങളാണ്. ഈ സാധാരണ ഒരു സിസ്റ്റൻഡറായിട്ടുള്ള മനുഷ്യർ അനുഭവിക്കുന്നതിൻ്റെ പ്രശ്നങ്ങളെല്ലാം 2 ഇരട്ടിയോ 4 ഇരട്ടിയോ പ്രശ്നങ്ങളാണ് ഞങ്ങൾ അനുഭവിക്കുന്നത്. നമുക്കറിയാം, എറണാകുളത്ത് പൊതു ഗതാഗതത്തിന് ഉപയോഗിക്കുന്ന സ്ഥലത്ത് നിന്നൊരു ട്രാൻസ് മനുഷ്യനെ അല്ലെങ്കിൽ ട്രാൻസ് യുവതിയെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. എത്രത്തോളം മൃഗീയമായിട്ടാണ്, ക്രൂരമായിട്ടാണ് മർദ്ദിച്ചത് എന്നുള്ളത്. അപ്പം എത്ര വലിയ കഷ്ടതകളിലൂടെ ആയിരിക്കും, എത്ര പ്രയാസങ്ങളിലൂടെ ആയിരിക്കും ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യർ ജീവിച്ചു വരുന്നത് എന്നുള്ളതിൻ്റെ തെളിവ് നമുക്ക് ഇന്നും ഇന്നലെയും നാളെയും ഒക്കെ ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. നമ്മുടെ ഇന്ത്യൻ ചരിത്രം എടുക്കുന്ന വേദകാലത്തിന് മുമ്പായിട്ടുള്ള ഹാരപ്പൻ സംസ്കാരത്തിലും അല്ലെങ്കിൽ അത് കഴിഞ്ഞിപ്പം ഈജിപ്ഷ്യൻ സംസ്കാരം, നമ്മുടെ സംസ്കാരമല്ല എല്ലാ സംസ്കാരവും, ഈജിപ്ഷ്യൻ സംസ്കാരം, മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിലും ഒക്കെ തന്നെ ക്വയർ മനുഷ്യരെന്ന് പറയുന്ന മനുഷ്യർ അല്ലെങ്കിൽ ലിംഗലൈംഗിക ന്യൂനപക്ഷ വിഭാഗം മനുഷ്യർ നിലനിന്നിരുന്നു എന്നുള്ളതിന് നമുക്ക് ഹിസ്റ്റോറിക്കലായിട്ടും ഹിസ്റ്റോറിക്കലായിട്ടും ആന്ത്രപ്പോളജിക്കലായിട്ടും അതുപോലെ തന്നെ ആർക്കിയോളജിക്കലായിട്ടും നരവംശാസ്ത്രപരമായിട്ടും ഒക്കെ ചരിത്രപരമായിട്ടും ഒക്കെ തന്നെ ചരിത്രകാരന്മാർ തെളിവുകൾ നിരത്തിയിട്ടുള്ള കാര്യങ്ങളാണ് ഇത്തരം മനുഷ്യരിവിടെ നിലനിന്നിരുന്നു. അന്നത്തെ കാലഘട്ടങ്ങളിൽ ഇത്തരം മനുഷ്യർക്ക് സ്വീകാര്യത, അന്നത്തെ കാലഘട്ടത്തിൽ സ്വീകാര്യത, സോഷ്യൽ ആക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതിനും നമുക്ക് തെളിവുകളുണ്ട്. അതായത് ഇപ്പം വളരെ കാലം 3300 BC ഒക്കെ വർഷം മുമ്പ് അന്നത്തെ കാലത്ത് ഇത്തരം മനുഷ്യർ ഒരുമിച്ച് അടക്കിയിരുന്നു എന്നുള്ളതിനൊക്കെ നമുക്ക് തെളിവുകളുണ്ട്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യമാരുണ്ടായിരിക്കും, അല്ലെങ്കിൽ അയാൾക്കൊരു ഓപ്പോസിറ്റ് ജെൻഡറിൽ പെട്ട അയാളുടെ ഇതിലനുസരിച്ച് അയാൾക്കൊരു ഓപ്പോസിറ്റ് ഹെറ്ററോസെക്ഷലായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ബന്ധം ഉണ്ടായിരിക്കെ തന്നെ അവർക്കൊരു ഹോമോസെക്ഷൽ റിലേഷൻ ഉണ്ടായിരുന്നു. എന്നിട്ടും അവർ മരിച്ചു കഴിഞ്ഞപ്പം അവരെ ആ പറയുന്ന ഭാര്യ ഭർത്താവ് എന്നുള്ള നിലയ്ക്കല്ല അവരെ അടക്കം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹോമോസെക്ഷലായിട്ടുള്ള മനുഷ്യരെ ഭാര്യ ജീവിച്ചിരിക്കെ തന്നെ ആ ഒരു പുരുഷനും മറ്റൊരു പുരുഷനുമായിട്ട് സൗഹൃദം, ശാരീരിക ബന്ധമൊക്കെ ഉണ്ടായിരിക്കെ തന്നെ അത്തരം മനുഷ്യരെയായിരുന്നു ഒരുമിച്ച് അടക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ചരിത്രപരമായിട്ടുള്ള തെളിവുകളുണ്ട്. ഇത് ഇന്നും ഇന്നലെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളല്ല, വളരെ വർഷം മുമ്പ് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും ചോദിക്കും, അപ്പോൾ 2 പുരുഷന്മാരെ ഒരുമിച്ച് അടക്കിയത് അത്തരം ആക്സെപ്റ്റൻസ് ഉള്ളതുകൊണ്ടാണോ? അതായത് ചോദിക്കുന്നതിൻ്റെ പൊരുൾ എന്താണെന്ന് വെച്ചാൽ തല്ലിക്കൊന്ന് കുഴിച്ചിട്ടതല്ലേ എന്നാണ് ചോദിക്കുന്നത്. എൻ്റെ ഒരു ഭാഷയ്ക്കൊരു പ്രശ്നം ഉണ്ടാവും. ഇപ്പം ഇവിടെ ഇരിക്കുന്ന ഗവേഷക വിദ്യാർത്ഥികളാണ്, അവർ ഭയങ്കര പോളിഷ്ഡായിട്ട് ഭയങ്കര സംസാരിക്കാൻ അറിയുന്ന നല്ല ഭാഷയിലായിട്ട് സംസാരിക്കുക. പക്ഷെ ഞാൻ വളർന്നു വന്ന ഒരു കാലം ഉണ്ട്. അപ്പോൾ ഞാൻ ആർജിച്ചെടുത്തൊരു ഭാഷയുണ്ട്. ആ ഭാഷയ്ക്ക് ഭയങ്കര എന്താ പറയുക, മൂർച്ച കൂടും. ചിലപ്പോൾ പച്ചയ്ക്കൊക്കെ സാധനങ്ങളൊക്കെ പറഞ്ഞു എന്ന് വരും. അപ്പം നിങ്ങൾ ഒരിക്കലും എന്നെ തെറ്റിദ്ധരിക്കേണ്ട. അത് ആ മനുഷ്യർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അല്ലെങ്കിൽ സമൂഹം ഞങ്ങളിലേക്ക് പകർന്നു തന്നിട്ടുള്ള ഒരു ഭാഷ കൂടെയുണ്ട് അതിന്. അപ്പം ഞാൻ പറയുന്ന തല്ലിക്കൊന്ന് കുഴിച്ചു മൂടാന്നൊക്കെ പറയുമ്പോൾ അതിന് വലിയ വേറെ അർത്ഥമൊന്നും കാണണ്ട. ഇത് മനുഷ്യർ എല്ലാവരും ഉപയോഗിക്കുന്ന ഭാഷ തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്ന ഇത്രയാണ്, ഇവരെ ഒരുമിച്ച് ആക്സെപ്റ്റൻസ് ഉള്ളതുകൊണ്ട്. അപ്പം അതിനും തെളിവുകളുണ്ടായിരുന്നു. അതായത് നമ്മൾ ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഓരോ കമ്മ്യൂണിറ്റി, ഇപ്പം ഇസ്ലാം കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, ഹിന്ദു കമ്മ്യൂണിറ്റി എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഓരോ ചടങ്ങുകൾ, പണ്ട് മരണാനന്തര ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇത്തരം ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ഒരാളായിരുന്നു മരിച്ചിരുന്നത് എങ്കിൽ നമ്മൾ ആ മരിച്ച ആൾ മരിച്ച് പിന്നെ അടുത്ത അയാളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ അയാളുടെ സന്തത സഹചാരിന്നോ അല്ലെങ്കിൽ അയാളുടെ ഈ പറഞ്ഞ ഹോമോസെക്ഷലായിട്ടുള്ള പാർട്ട്ണറായിട്ടുള്ള ആളെ അടക്കിയിരുന്നത് 7 വർഷമോ 8 വർഷമോ 10 വർഷമോ കഴിഞ്ഞിട്ടാണ് ആ കുഴിമാടം തുറന്നിട്ട് അതിൽ അടക്കിയിട്ടുള്ളത് എന്നുള്ളതിനും തെളിവുകളുണ്ടായിരുന്നു. അപ്പം അന്നത്തെ കാലത്ത് ഇത് തെളിയിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്തരം മനുഷ്യർക്ക് സോഷ്യൽ ആക്സെപ്റ്റൻസ്, സ്വീകാര്യത ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഞാനിപ്പോൾ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, പിന്നെ എപ്പോഴാണ് ഇത്തരം മനുഷ്യരെ അദൃശ്യരാക്കിയത് അല്ലെങ്കിൽ ഇൻവിസിബിൾ ആക്കിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ ചരിത്രപരമായിട്ടുള്ള ഒരു പ്രക്രിയയായിരുന്നു. അതായത് ഈ പെട്ടെന്ന് ഇങ്ങനെ ഇത്തരം മനുഷ്യരെ ഇല്ലാതാക്കിയതല്ല, അത് ഒരുപാട് കാലങ്ങൾ എടുത്തിട്ടാണ് ഇത്തരം മനുഷ്യരെ ഇല്ലാതാക്കിയെന്നുള്ളതാണ്. ഈ ചരിത്രം ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ അനുഭവിച്ച സംഘർഷങ്ങളേക്കാൾ കൂടുതൽ
എത്രയോ വർഷങ്ങളായിട്ട് ഇപ്പം നമുക്കറിയാം ഒരു മനുഷ്യൻ്റെ മാനവരാശി എന്ന് പറയുന്ന മനുഷ്യ ചരിത്രം സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം യുവാൽ നോവ ഹരാരിയുടെ ഇപ്പം ഹോമോ സാപ്പിയൻസ് എന്നുള്ള പുസ്തകം പ്രകാരമാണെങ്കിൽ 4.5 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് മനുഷ്യരാശി ആരംഭിച്ചെന്നൊക്കെ പറയാം. പക്ഷേ ആ സമയത്തും ഇത്തരം മനുഷ്യരുണ്ടായിരുന്നിരിക്കാം. അല്ലെങ്കിൽ അതിന് നമ്മൾ തെളിവുകൾ കണ്ടെത്തിയിട്ടുള്ളത് ചിലപ്പം ഒരു 3300 BCE ഒക്കെ കാലഘട്ടത്തിലായിരിക്കും നമ്മൾ ഈ മനുഷ്യന്മാരുടെ ഇത് നമുക്ക് തെളിവായിട്ട് ഇപ്പോൾ പറഞ്ഞ മാതിരി ഹിസ്റ്റോറിക്കലായിട്ടോ ആന്ത്രപ്പോളജിക്കലായിട്ടോ അല്ലെങ്കിൽ ആർക്കിയോളജിക്കലൊക്കെ ആയിട്ടൊക്കെ നമുക്ക് അല്ലെങ്കിൽ ആർട്ട് ഹിസ്റ്റോറിക്കലായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ ഇത്തരം മനുഷ്യരെ ആരാണ് ഇൻവിസിബിൾ ആക്കിയിട്ടുള്ളത് ചരിത്രപരമായിട്ടുള്ള ഒരു വലിയ പ്രക്രിയയിലൂടെയാണ് അവർ അദൃശ്യരാക്കിയിട്ടുള്ളത്. അപ്പം ഒരുപാട് ചോദ്യങ്ങൾ നമ്മളെപ്പോഴും കേൾക്കുന്നതാണ്. ഇത്തരം മനുഷ്യരെങ്ങനെയാണ് സെക്സ് ചെയ്യുന്നത്, ഇത്തരം മനുഷ്യരെങ്ങനെയാണ് എന്താണ് അവർ കാട്ടിക്കൂട്ടുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇപ്പം ആണ് പെണ്ണിൻ്റെ വേഷം കിട്ടുക അല്ലെങ്കിൽ പെണ്ണാണിൻ്റെ വേഷം കിട്ടുക എന്നൊക്കെയുള്ള ചോദ്യങ്ങളിലൂടെയൊക്കെ തന്നെയാണ് നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഇത്തരം മനുഷ്യരെ ഇല്ലാതാക്കാൻ പറ്റുന്നത്. അതിന് നമുക്കിപ്പോൾ പറയാം, ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഒരു സിനിമ വന്നിട്ടുണ്ടായിരുന്നു, ഒരു ജാതി ഒരു ജാതകം എന്ന് പറഞ്ഞിട്ടുള്ള. അതിൽ ഇത്തരം ക്വയർ മനുഷ്യരെ എത്രത്തോളം നികൃഷ്ട ജീവികളായിട്ട് അല്ലെങ്കിൽ എത്രത്തോളം അവരെ അപഹാസ്യരാക്കാൻ പറ്റുമോ, ഇപ്പം നിലനിൽക്കുന്ന പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ എത്രത്തോളം അപഹാസ്യരാക്കാൻ പറ്റുന്നു അത്രത്തോളം അപഹാസ്യരാക്കുന്ന തരത്തിലാണ് ആ ചിത്രത്തിൽ ഇത്തരം മനുഷ്യരെ ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത്. അതിനായിട്ട് നമ്മൾ ഒരുപാട് വാക്കുകളും ഒക്കെ കണ്ടുവച്ചിട്ടുണ്ട്. നമ്മളറിയാം കാലാകാലങ്ങളായിട്ട് ഇത്തരം മനുഷ്യരെ നമ്മൾ കളിയാക്കിക്കൊണ്ടിരുന്നത് പെണ്ണാളൻ, പെണ്ണാച്ചി, ചാന്തുപൊട്ട് എന്ന് പറയുന്ന ആ സിനിമ ലാൽ ജോസിൻ്റെ സിനിമ ഇറങ്ങിയതിന് ശേഷം മാത്രമാണ് ആ ഒരു വാക്ക് വന്നത്. അതിന് മുന്നേ ഇപ്പം ഞാനൊക്കെ കേട്ടിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളും അല്ലെങ്കിൽ വാക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അതായത് അമ്മായി, പെണ്ണാളൻ, പെണ്ണാച്ചി, ഇത്തരം അതായത് നമ്മൾക്കൊരു പുരുഷൻ്റെ ശരീരത്തിൽ ഒരു സ്ത്രീ മനസ്സ് വന്നു കഴിഞ്ഞാൽ അതൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ് എന്ന രീതിയിൽ കോളേജുകളിൽ ഇപ്പം പറഞ്ഞ മാതിരി ഞാൻ പഠിച്ചത് നമ്മുടെ കോഴിക്കോട് തന്നെ ഗുരുവായൂരപ്പൻ കോളേജിലായിരുന്നു പഠിച്ചത്. അവിടെ ഉണ്ടായിരുന്ന ഒരു മാഷിൻ്റെ പേരൊന്നും പറയുന്നില്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഇത്രയും കുട്ടികളൊക്കെ ഇരിക്കുന്ന സമയത്താണ് നമ്മളോട് ചോദിക്കുക, നീ എന്തോ ഒരു പെണ്ണിനെ പോലെ ബിഹേവ് ചെയ്യുന്നത് അല്ലെങ്കിൽ പെണ്ണായിട്ട്. അപ്പം നമ്മളൊക്കെ വിചാരിക്കുക എന്താ വെച്ചാൽ ആ സമയത്ത് ഭൂമി ഒന്ന് പിളർന്നു പോയിട്ട് അതിനകത്തേക്ക് അങ്ങോട്ട് പോയാൽ മതി എന്ന് വിചാരിക്കുക. അത്രയും ആൾക്കാർ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് നമ്മളെ മാത്രം വലിച്ച് അപ്പം നമ്മൾക്ക് എന്തൊക്കെയോ പ്രശ്നമുള്ള പോലെയാണ് അവരത് കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നീടാണ് നമുക്ക് മനസ്സിലാവണം ഇതൊരു പ്രശ്നമല്ല, നമ്മൾ ഏതൊരു ജെൻഡറും പോലെ അല്ലെങ്കിൽ ഏതൊരു സെക്ഷുവാലിറ്റിയും പോലെ തന്നെ നമ്മളുടെ സെക്ഷുവാലിറ്റിയും മറ്റുള്ളവർ ഉൾക്കൊള്ളേണ്ട ഒന്നാണ് എന്നുള്ളത്. അപ്പം നമുക്കറിയാം ഞാൻ ഇപ്പോൾ പറഞ്ഞ മാതിരി ചരിത്രപരമായിട്ടുള്ള ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹിറ്റ്ലറിൻ്റെ കാലത്താണെങ്കിൽ ജർമ്മനിയിൽ നമുക്ക് ഹോളോകോസ്റ്റ് ഇത്തരം ഹോമോസെക്ഷൽ മനുഷ്യർ അല്ലെങ്കിൽ ലെസ്ബിയൻ ആയിട്ടുള്ള ഗേ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരം മനുഷ്യരെയൊക്കെ തന്നെ ലക്ഷക്കണക്കിന് മനുഷ്യരെയാണ് ഹോളോകോസ്റ്റ് ചെയ്തിട്ടുള്ളത്, കൂട്ടക്കൊല നടത്തിയിട്ടുള്ളത്. അപ്പം അവരുടെയൊക്കെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ലോകത്തിൽ ഉത്തമരായിട്ടുള്ള സ്ത്രീയും ഉത്തമരായിട്ടുള്ള പുരുഷന്മാരും മാത്രം മതി. ഈ ഉത്തമം അല്ലെങ്കിൽ ഉത്തമരായിട്ടുള്ള മനുഷ്യരെന്ന് പറയുന്നത് അവരുടെ മാത്രം കോൺസെപ്റ്റാണ്. അത് പ്രകൃതിയിൽ അങ്ങനെ ഉത്തമരായിട്ടുള്ള മനുഷ്യനും ഉത്തമരായിട്ടുള്ള സ്ത്രീയും പുരുഷനും ഒന്നുമില്ല. എല്ലാ മനുഷ്യർക്കും ഇവിടെ ജീവിക്കാൻ പറ്റണം. അല്ലെങ്കിൽ നമ്മളിപ്പം നമുക്കൊരു ജയസൂര്യയുടെ ഒരു സിനിമ ഉണ്ടായിരുന്നു, അതിൽ എന്താണ് ഞാൻ മേരിക്കുട്ടി എന്ന് പറയുന്നത്, അതിലൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതായത് ഈ ലോകം കഴിവുള്ള മനുഷ്യരുടെ ലോകമാണെന്ന്. ഇത് കഴിവുള്ളവരുടെ മാത്രം ലോകമല്ല, ഇത് കഴിവില്ലാത്തവരുടെയും എല്ലാവരുടെയും ലോകമാണ്. ഇവിടെ മനുഷ്യനും മൃഗങ്ങളും എല്ലാ ജീവജാലങ്ങൾക്കും ഇവിടെ സമാധാനവും സ്വസ്ഥവുമായിട്ട് ജീവിക്കാൻ പറ്റുക എന്നുള്ളത്, അങ്ങനത്തെ ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെയൊക്കെ എന്താ പറയുക കടമ, ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം മനുഷ്യർ ഞങ്ങളൊക്കെ ഇവിടെ ജീവിച്ചു പോന്നു എന്നുള്ളതാണ് ഈ എത്ര വലിയ സമരങ്ങളിലൂടെ ഞങ്ങളുടെയൊക്കെ ജീവിതങ്ങൾ തന്നെ സമരങ്ങളാണ്. ഈ സാധാരണ ഒരു സിസ്റ്റൻഡറായിട്ടുള്ള മനുഷ്യർ അനുഭവിക്കുന്നതിൻ്റെ പ്രശ്നങ്ങളെല്ലാം 2 ഇരട്ടിയോ 4 ഇരട്ടിയോ പ്രശ്നങ്ങളാണ് ഞങ്ങൾ അനുഭവിക്കുന്നത്. ഞങ്ങൾക്ക് നിങ്ങളോട് ഉത്തരം പറയണം. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അറിയാം, ജാതിയുടെ പേരിൽ നമുക്കറിയാം തല്ലുകിടി. ഇന്നലെ തമിഴ്നാട്ടിൽ സവർണരായിട്ടുള്ള കുറച്ച് പേര് അവർണനായിട്ടുള്ള ഒരാൾ ബുള്ളറ്റ് ഓടിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ അയാളുടെ കൈ വെട്ടി. ഇന്നലത്തെ വാർത്തയിൽ നമ്മൾ കണ്ടതാ. ഇതുപോലെ ജാതിയുടെ പേരിൽ തല്ല് കിട്ടിയതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ നടക്കുന്നതാണ്. ഒരാൾ ജെൻഡർ റിവീൽ ചെയ്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ നമ്മുടെ ജെൻഡർ ഇതാണ് എന്ന് പറയുന്നതിൻ്റെ പേരിൽ നമ്മൾക്ക് തല്ലു. ഇതിപ്പോൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ നടന്നതാണ്. നമുക്കറിയാം എറണാകുളത്ത് പൊതു ഗതാഗതത്തിന് ഉപയോഗിക്കുന്ന സ്ഥലത്ത് നിന്നൊരു ട്രാൻസ് മനുഷ്യനെ അല്ലെങ്കിൽ ട്രാൻസ് യുവതിയെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. എത്രത്തോളം മൃഗീയമായിട്ടാണ് ക്രൂരമായിട്ടാണ് മർദ്ദിച്ചത് എന്നുള്ളത്. അപ്പം എത്ര വലിയ കഷ്ടതകളിലൂടെ ആയിരിക്കും, എത്ര പ്രയാസങ്ങളിലൂടെ ആയിരിക്കും ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യർ ജീവിച്ചു വരുന്നത് എന്നുള്ളതിൻ്റെ തെളിവ് നമുക്ക് ഇന്നും ഇന്നലെയും നാളെയും ഒക്കെ ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ചോദ്യത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും
ആ ചോദ്യം എന്നത്തെയും പോലെ നമുക്ക് എല്ലാ കാലത്തേക്കും ദളിതായിട്ടുള്ള മനുഷ്യർക്കോട് ചോദിക്കുന്നത് പോലെ തന്നെ നമ്മൾ ചോദിക്കേണ്ട കാര്യമാണ്. ഇപ്പം നമുക്കറിയാം വേറൊരു സിനിമ വന്നിട്ടുണ്ടായിരുന്നു, അത് ഇപ്പം അടുത്ത് ഒരു ലെസ്ബിയൻ ആണ് എന്നറിയുമ്പോൾ സ്വന്തം ഫാമിലിയിൽ നിന്ന് തന്നെ അവരെ കൊല്ലുന്ന ഒരവസ്ഥ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കാലാകാലങ്ങളായിട്ട് നിലനിന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം എല്ലാ മനുഷ്യരെയും പോലെ എല്ലാ ജെൻഡറും എല്ലാ സെക്ഷുവാലിറ്റിയും ഒക്കെ തന്നെ നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒന്നാണ്. അതിനെ നമ്മൾ ഇൻക്ലൂസീവ് ആക്കി എടുക്കുക, അതൊക്കെ തന്നെയാണ് ഇതിന് ചെയ്യാൻ പറ്റുന്നത്. അതിന് നമ്മൾ പഠനം നടത്തിയോണ്ടോ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് അവയർനെസ് ആയതുകൊണ്ടോ കാര്യമില്ല. പൊതുജനങ്ങളും എല്ലാവരും ഇതിനെ കണ്ട് ഉൾക്കൊള്ളാൻ സാധിക്കുക എന്നുള്ളതാണ്. വൈഗ നേരത്തെ പറഞ്ഞു നിർത്തിയതിൻ്റെ തുടർച്ച ആയിട്ട് ഉള്ളൊരു ചോദ്യമാണ് ചോദിക്കാനുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലാണെന്ന് തോന്നുന്നു കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട യുവജന നേതാവ് പറയുകയാണ് ട്രാൻസ്ജെൻഡർ എന്നുള്ളത് ഒരു മനോനിലയാണ്, അതൊരു തോന്നലാണ് എന്നുള്ളത്. ഇപ്പോൾ വളരെ പുരോഗമനപരം എന്ന് നമ്മൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിനകത്ത് തന്നെ ഇത്തരത്തിലുള്ള നിലവിലുള്ള ബോധ്യങ്ങളെ ആവർത്തിച്ചുറപ്പിക്കുന്ന പ്രവണത നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഇത്തരം പ്രവണതകളോട് അല്ലെങ്കിൽ ഇത്തരം ഭാഷാപരമായ അധികാര പ്രയോഗങ്ങളോട് എങ്ങനെയാണ് എത്രത്തോളം പോരാടേണ്ടി വരുന്നുണ്ട് വൈഗയെ പോലെ ഈ കമ്മ്യൂണിറ്റിക്കകത്ത് നിന്നുകൊണ്ട് പോരാടുന്ന ഒരാൾക്ക് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ യുവജന നേതാവ് അങ്ങനെ സംസാരിച്ചു എന്നുള്ളത് കൊണ്ട് എനിക്ക് തോന്നുന്നില്ല അതൊരു പൊതുബോധമാണ് എന്നുള്ളത്. ഇവിടുത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടേതായിട്ടുള്ള അജണ്ടാസ് ഉണ്ടാവും, ഹിഡൻ അജണ്ടാസ് ഉണ്ടാവും. അതിപ്പം ഏത് രാഷ്ട്രീയ പാർട്ടികൾക്കാണെങ്കിലും അവരുടെ ആശയത്തിന് ഇണങ്ങിയിട്ടൊക്കെ സംസാരിക്കാൻ പറ്റുള്ളൂ. ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ മുൻ MLA ആയിട്ടുള്ള മുൻ മന്ത്രിയൊക്കെ ആയിട്ടുള്ള മുനീർ സാഹിബായിരുന്നു എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യമായിട്ട് ഇത്തരം മനുഷ്യർക്ക് വേണ്ടി ശബ്ദമുയർത്തിയത് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങേര് തന്നെ പറഞ്ഞത് തലതിരിച്ച് പറയുന്ന ഇതുണ്ട്. അപ്പോൾ രാഷ്ട്രീയം അല്ലെങ്കിൽ ഇത്തരം രാഷ്ട്രീയ നേതാക്കന്മാർ പറയുന്നതിലുപരി നമ്മൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വായിക്ക് തോന്നിയത് കൊതക്കി പാട്ട് അത്രയേ ഉള്ളൂ അവർക്ക്. പക്ഷേ ഇത്തരം മനുഷ്യരെ കുറിച്ച് പറയുന്ന സമയത്ത് സമരങ്ങൾ, ഈ മനുഷ്യർ ചെയ്തിട്ടുള്ള സമരങ്ങൾ, ഞങ്ങളുടെയൊക്കെ സമരങ്ങൾ എന്ന് പറയുന്നത് നിരന്തരം ഞങ്ങൾ സമരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഇരിക്കുന്ന സമയത്തും ഞങ്ങൾ സമരം ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എൻ്റെയൊക്കെ ഇത് നോക്കുവാണെങ്കിൽ നമ്മൾ നിങ്ങൾക്കിപ്പം സിസ്റ്റൻ്ററായിട്ടുള്ള മനുഷ്യർ അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പം ഞങ്ങളെന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇപ്പം സ്ത്രീകളായിട്ടുള്ള അല്ലെങ്കിൽ പുരുഷന്മാരായിട്ടുള്ള മനുഷ്യർക്ക് എപ്പോഴെങ്കിലും നമുക്കൊരു ഓഫീസിൽ ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ടെക്നിക്കലായിട്ടോ അല്ലെങ്കിൽ നമ്മളുടെ ജീവിത രീതിയുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരാറില്ല. പക്ഷേ എന്നെപ്പോലുള്ള ഒരാൾക്ക് പലപ്പോഴും പല സ്ഥലങ്ങളിലും പ്രശ്നങ്ങൾ വരാറുണ്ട്. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ പ്രശ്നങ്ങൾ വരാറുണ്ട്. ഈ അടുത്ത കാലത്താണ് നമുക്കിതൊക്കെ മാറാൻ തുടങ്ങിയത്. ഈ ന്യൂ നോർമൽ എന്ന് പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, ഈ നോർമലായിട്ടുള്ള മനുഷ്യർ ആർക്കാണ് ഈ ന്യൂ നോർമലായിട്ടുള്ളത്? അത് പൊതു സമൂഹത്തിനാണ് അത് ന്യൂ നോർമലായിട്ടുള്ളത്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാൻ കുറച്ച് സ്ഥലം വാങ്ങിച്ചു, കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുറച്ച് പൈസയൊക്കെ എടുത്ത് വെച്ചിട്ടൊരു കുറ്റിക്കാട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 5 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചു. ഈ സ്ഥലം രജിസ്റ്റർ ചെയ്യാൻ പോയ സമയത്താണ് നമുക്ക് അറിയുന്നത് അവിടെ സ്ത്രീക്കും പുരുഷനും മാത്രമേ ഈ സ്ഥലം രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പോൾ എൻ്റെ തന്നെ കമ്മ്യൂണിറ്റിയിലുള്ള അല്ലെങ്കിൽ ഞങ്ങളുടെ തന്നെ കമ്മ്യൂണിറ്റിയിലുള്ള ക്യൂർ കമ്മ്യൂണിറ്റിയിലുള്ള ഫൈസു എന്ന് പറയുന്ന തൃശ്ശൂരുള്ള വ്യക്തി എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, വൈഗ ഇങ്ങനെ സ്ഥലം വാങ്ങുമ്പോൾ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആളുടെ തരത്തിലുള്ള പ്രയത്നങ്ങൾ അവിടെ ചെയ്യേണ്ടി വരികയാണ്. അപ്പോൾ എനിക്ക് ഇവിടെയും ഇതുപോലെ തന്നെ സ്ഥലം രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ സ്ത്രീക്കും പുരുഷനും അല്ലാതെ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഒരു മനുഷ്യർക്ക് വേണ്ടിയിട്ടും കൂടെ ചെയ്യണം. അപ്പോൾ അവിടെ നമ്മൾ എന്താ പറയുക, അത് ബന്ധപ്പെട്ട വകുപ്പിനെ കാണുന്നു, അതിന് നമ്മൾ നിരന്തരം അതിന് പ്രവർത്തിക്കുകയാണ്. എന്നിട്ടാണ് നമുക്ക് അവസാനം ആ സ്ഥലം ഒന്ന് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ സ്ഥലം വാങ്ങി രജിസ്റ്റർ ചെയ്തു, അടുത്ത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മൾ എന്ത് ചെയ്യണം, ഭൂമി നികുതി ഭൂനികുതി അടയ്ക്കണം. അപ്പോൾ ഭൂനികുതി അടയ്ക്കാൻ പോയപ്പോഴാണ് നമ്മൾ കാണുന്നത് അവിടെ എന്താ ഉള്ളത്, മകൻ അല്ലെങ്കിൽ മകൾ എന്നുള്ള പേരിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നികുതി അടയ്ക്കാൻ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ അച്ഛൻ്റെ പേര് വരുന്നത് ബാലസുബ്രഹ്മണ്യൻ എന്നാണ്. അപ്പോൾ ബാലസുബ്രഹ്മണ്യൻ മകൾ എന്നെ കണ്ടിട്ട് അവർ തീരുമാനിച്ചു ഞാൻ മകളാണ്. അപ്പോൾ ആ മകളുടെ പേരിൽ അങ്ങോട്ട് എന്ത് ചെയ്തു, ഭൂമിക്ക് നികുതി അടച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മകനോ മകളോ അല്ല, ഞാനൊരു ട്രാൻസ്ജെൻഡർ പേഴ്സണാണ്. അപ്പോൾ ആ സിസ്റ്റത്തിനകത്ത് ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് ആ ഒരു വാക്ക് നമുക്ക് സന്തതി എന്നുള്ള പേരിലാക്കിക്കൂടെ.
അപ്പോൾ സന്തതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആൺകുട്ടികളാവാം, പെൺകുട്ടികളാവാം, അല്ലെങ്കിൽ ട്രാൻസ് ആവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ജെൻഡറോ സെക്ഷുവാലിറ്റിയോ ഒക്കെ ആവാം. അപ്പോൾ സന്തതി എന്ന് പറഞ്ഞാൽ ഇന്ന ആളുടെ താവഴിയായിട്ട് വരുന്ന അല്ലെങ്കിൽ തലമുറ ഇതായിട്ട് വരുന്ന ആ ഒരു പോക്ക്. അപ്പം ഞാൻ എന്ത് ചെയ്തു, അപ്പം തന്നെ ഞാൻ ആ ഒരു വാക്ക് മെൻഷൻ ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ബന്ധപ്പെട്ട വകുപ്പിനും ഡിപ്പാർട്ട്മെൻറ്റിനും ഒക്കെ എന്ത് ചെയ്തു, ഒരു മെയിൽ അയക്കുകയും പിന്നീട് നമ്മുടെ തന്നെ ബിന്ദു ടീച്ചർ, മന്ത്രി നമ്മുടെ ബിന്ദു രാധാകൃഷ്ണൻ അവർ തന്നെ നേരിട്ട് നമുക്ക് അതിന് ഇന്ന ചീഫ് സെക്രട്ടറിക്ക് അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ മാറ്റം വരുന്നതായിരിക്കും, വൈകി അത് പോയിട്ട് അപ്പം നമ്മൾ ഈ നിരന്തരമായിട്ട് നമ്മൾ ചെറിയ 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 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ നമ്മൾ സാധാരണ സിസ്റ്റൻഡർ ആയിട്ടുള്ള ഒരു മനുഷ്യർക്ക് ഇത്രത്തോളം പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ഒന്നും നേരിടേണ്ടി വരില്ല. മുമ്പത്തെ കാലത്ത് നമ്മളിപ്പം ഒരു ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കാണുന്ന സമയത്ത് ഇപ്പം ഞാനിപ്പം എല്ലാ സർജറിയും കഴിഞ്ഞിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അതായത് ഒരു ഫേഷ്യൽ ഫെമിനൈസേഷൻ സർജറി, ജെൻഡർ അഫർമേഷൻ സർജറി, അതുപോലെ തന്നെ ഡൗൺ സർജറി, അങ്ങനെ കുറേ സർജറി കഴിഞ്ഞിട്ട് വന്നിട്ട് ഇരിക്കുമ്പോൾ കുറച്ചെങ്കിലും നിങ്ങൾക്ക് തോന്നും ഒരു സ്ത്രീയുടെ ഇതിന് സമാനമായിട്ടുള്ളൊരു രൂപമുണ്ട്. അതുപോലും നിർബന്ധിതമായിട്ട് ചെയ്യുന്ന ആളുകളുണ്ടാവാം. ഒക്കെ നമ്മൾ നമ്മൾക്ക് എങ്ങനെ ആഗ്രഹമുണ്ടോ അങ്ങനെയൊന്നും ജീവിക്കാൻ പറ്റുന്നൊരു സ്ഥലമൊന്നുമല്ല ഇവിടെ. പക്ഷേ സാഹചര്യത്തിൻ്റെ സന്ദർഭം മൂലം അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ ഈ പ്രഷർ മൂലമൊക്കെ ഉണ്ടാകുന്ന പല മാറ്റങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ പോലും കാണുന്നത്. അപ്പം ഇതിനിടയ്ക്കുള്ളൊരു സമയത്ത് നമ്മൾ ജീവിക്കുന്നൊരു സമയമുണ്ട്, രൂപാന്തരം വരുന്ന അല്ലെങ്കിൽ നമ്മൾ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറുന്ന സമയത്തുള്ള ഇടയിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് അവഗണനയാണ്. പബ്ലിക്കിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു നമ്മൾ ഈ പറയുന്ന ഒരു പാർക്കിൽ പോയി കഴിഞ്ഞാൽ, ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു നമ്മൾ യൂറിൻ പാസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ, എന്നാണ് നമുക്കൊരു യൂറിൻ പാസ് ചെയ്യാൻ നമ്മൾ ഇത്രയും കാലം കണ്ടത് സ്ത്രീക്കൊരു ബാത്റൂം അല്ലെങ്കിൽ പുരുഷനൊരു ബാത്റൂം, ഒരു ട്രാൻസ്ജെൻഡറിന് വേണ്ടിയിട്ടൊരു ബാത്റൂം കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഒരു യൂണിസെക്സ് ബാത്റൂം നമ്മൾ കണ്ടിട്ടില്ല. ഇതൊക്കെ നമ്മൾക്ക് പുറത്ത് നിന്ന് നമ്മൾ അഡോപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഓക്കെ. അപ്പം ഇതൊക്കെ നമ്മളുടെ ജീവിതം തന്നെ നിരന്തരമായിട്ടുള്ള സമരങ്ങളാണ്. അപ്പം ഇതിനോട് ഇത്തരത്തിലാണ് നമ്മൾ സമരം. നമുക്ക് ഇപ്പോൾ ഈയിടെ ഇരിക്കുന്ന സമയത്തിന് ഇപ്പോൾ ഞാൻ പുറത്തു പോകുന്ന സമയത്താണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രതികരിക്കേണ്ടി വരും. അപ്പം നമ്മൾ നിരന്തരം പ്രതികരിച്ചുകൊണ്ടിരിക്കുക, പ്രവർത്തിക്കുക, ഇത് തന്നെയാണ് ഞങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത്.